മര്യാദക്ക് പാലും ബിസ്ക്കറ്റും കഴിച്ച് ഇവിടെ കഴിഞ്ഞോണം. വെണ്ണല ബിജുവിനെ നിനക്ക് അറിയത്തില്ല. പൊലിക്കുട്ടി നീ വളരുന്നില്ലേ? ഈ പൂച്ചയെ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ തിന്നാൻ വേണ്ടി നടക്കുമോ? പിന്നെ ഞാൻ ഒരു അടിപൊളി ക്ലയന്റിനെ കൊണ്ടുവന്നിട്ട് ആ കൊട്ടേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 1 മാസം നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. ക്ലൈൻറ്റാ? നീ മുഖത്തേക്ക് നോക്കി. ഈ മീശ വരാണ്ട് ഇവിടെ ഒരു കൊട്ടേഷൻ പിടിക്കരുതെന്ന് അടുത്ത് ഞാൻ പറഞ്ഞല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടാണ് കണ്ട അമ്പലത്തിൽ പോയിട്ട് മീശയും പിടിച്ച് വിളക്കെടുക്കാൻ പോയത്. അത് എൻ്റെ അമ്മൂമ്മയുടെ നേർച്ച. ആശാന് മീശ ഉണ്ടെങ്കിലും ഇല്ലേലും ആർക്കും ആശാനെ പേടിയില്ല. ആകെപ്പാടെ വെണ്ണല ബിജു എന്ന് പറഞ്ഞ ഒരു ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് വെച്ച് പിടിച്ച കൊട്ടേഷനായിരുന്നു. നീ പോ, എനിക്ക് ഇന്നൊരു മൂടില്ല. പോയെന്ന് 3-4 ദിവസം ഞാൻ പണിയെടുത്ത് തിന്നാൻ തുടങ്ങി. എനിക്കിനി പണിയെടുക്കാൻ മേല മടുത്ത്. എങ്ങനെയും ഈ കൊട്ടേഷൻ പിടിക്കാവോ? നീ പോയ അവിടെ ഞാൻ അവനോട് ഒരു നാളെ വരാൻ പറ. അവനല്ല അവൾ. ക്ലൈന്റ് ഒരു പെണ്ണാ. പെണ്ണ? എന്താ ഉള്ള പ്രശ്നം? ഞാനിങ്ങനെ നോർമലായിട്ട് റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നു. എങ്ങനെ കരയുന്നു? എന്റെ മോളെ, നീ കരയാണ്ട് കാര്യം പറ. നീ എന്തിനിങ്ങനെ കരയുന്നത്? വലിയ ഇടങ്ങേറാവില്ല എന്തുപാട് ഇത്. നീ കരയാണ്ട് കാര്യം പറ മോളെ. നമുക്കെല്ലാം ശരിയാ. കഴിഞ്ഞ വേണ്ടിയാണല്ലോ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നേ. ശരിയാ മോളെ, മാമനോട് കാര്യം പറ. മാമനെല്ലാം ശരിയാക്കി തരും. മാമ നിന്റെ തന്ത. ബിനു ബിനുവരെ മോളുടെ സാറാ? അല്ല